മൂസാ നബി അലൈഹിസ്സലാം ചെന്നു, ആ സാധനം എടുത്തു, പിഴിഞ്ഞു കുടിച്ചു. നോക്കുമ്പോൾ വയറുവേദനക്കൊരു കുറവുമില്ല. എന്ത് ചെയ്യാൻ പടച്ചോനെ? രണ്ടാമത്തെ ദിവസവും വന്നു, വയറുവേദന മാറിയില്ല. മൂന്നാമത്തെ ദിവസവും വന്നു, വയറുവേദന സുഖപ്പെട്ടില്ല. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, അന്നൊരിക്കൽ എന്നോട് നീ പറഞ്ഞ മരുന്ന് ഞാൻ പ്രയോഗിച്ചുവല്ലോ, ഒരു കുറവില്ലല്ലോ പടച്ചോനെ, ഇനി വേറെ വല്ല മരുന്നുണ്ടോ? അല്ലാഹു പറഞ്ഞു, മൂസാ, അന്ന് നീ സുഖം തേടിയത് എന്നിൽ നിന്നാണ്, ഇന്ന് നീ സുഖം തേടിയത് നിന്നിൽ നിന്നാണ്. നീ എന്നോടത് ചോദിക്കേണ്ടിയിരുന്നു. കണ്ടില്ലേ? ഇതാണ് അല്ലാഹുൽ ഇലാഹി വലാ തലുബി സിവാഹു മല്ലാദ ബിൽ മലികിൽ ജലീലി കഫാഹു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ എത്ര ഉയർന്നാലും, അവൻ എത്ര സമ്പന്നനായാലും, അവൻ എത്ര പ്രൗഢിയുള്ളവനായാലും, അവനൊന്നുമേ അല്ല. നേരത്തെ ഇവിടെ ഉദ്ഘാടകനായ ആള് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊന്നുമല്ല, അതിനപ്പുറം ഒരു മനുഷ്യനൊന്നുമല്ല. ഒരാൾ ഈ ലോകത്ത് രാജാക്കന്മാരുണ്ടായിരുന്നു. എങ്ങനെയുള്ള രാജാക്കന്മാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദില്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. ഇവിടെ ഉണ്ടായിരുന്നു ആദ് സമുദായം. ഇന്നത്തെ യമനിന്റെ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന വലിയ ഒരു പ്രദേശത്ത് അവരുണ്ടായിരുന്നു. വലിയ കൊട്ടാരങ്ങൾ അവർ കൈകൊണ്ട് തുരന്നുണ്ടാക്കിയിട്ട് മലയുടെ പരിസരങ്ങളിൽ, പാറക്കെട്ടുകളിൽ അവരുണ്ടാക്കിയിരുന്നു. നമ്മൾക്കും അവർക്കുള്ള ഒരു താരതമ്യം, ഒരു സാമ്യത, ഒഴിവുള്ള സ്ഥലത്ത് മുഴുവൻ അവർ വീടുണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ് എന്ന് ഖുർആൻ പറയുന്നത്. താരതമ്യം എന്ന് പറയുന്നില്ല, പക്ഷെ അവര് എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ വീടുണ്ടാക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. എന്തായി? വലിയ ആകാരം, വലിയ സമ്പന്നത, ഭൗതികമായ സുഖം, ലോലുപത എല്ലാം അവർക്കുണ്ടായിരുന്നു. എന്തായി? കസ്സബത് സമൂദ് വആദും ബിൽ ഖാരിയ വഅമ്മാ സമൂദ് ഫഅഹ്ലികൂ ബിത്വാഗിയ وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما وترى القوم فيها صرعا كأنهم أعجاز نخل خاوية. ചിന്തിക്കു നിങ്ങൾ, അവരെന്തായി? വലിയ ശാരീരികാവസ്ഥയും ഭൗതിക സുഖങ്ങൾക്കുണ്ടായ അവര് മറിഞ്ഞു വീണ ഈത്തപ്പനത്തടികൾ പോലെയായി. ആദ് സമുദായം, സമൂദ് ഗോത്രം, ഇങ്ങനെ പറഞ്ഞാൽ ആരായിരുന്നു? ഫിർഔൻ അല്ലേ? വലിയ ആളായിരുന്നില്ലേ? അവനെപ്പോലെ ഒരു പ്രതാപി ഉണ്ടായിരുന്നു. കോട്ടകളുണ്ടായിരുന്നു, കൊട്ടാരങ്ങളുണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു, സമ്പന്നത ഉണ്ടായിരുന്നു. അവന് അധികാരം പറഞ്ഞത് എന്താ? ഇതൊക്കെ എന്റേതാ അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഇതെന്തിന് ഖുർആൻ പറഞ്ഞു? മനുഷ്യരെ, മനുഷ്യർക്കാർക്ക് ഒരു കഴിവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? ആർക്ക് മാത്രമാണ്? പറഞ്ഞോളൂ. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ഫിൽ അർളി വസ്സമാ. ആകാശഭൂമികളിൽ ഏറ്റവും ഉത്തമമായ നാമത്തിന്റെ ഉടമ അല്ലാഹ്. അവന് മാത്രമേ കഴിവുള്ളൂ, വേറെ ഒരാൾക്കും ഒന്നുമില്ല. ഇവനാരാ? ഇവൻ പറഞ്ഞു, ഈ ഈജിപ്ത് എന്റേതാണ്, ഈ ഭൂമി എന്റേതാണ്, ഞാനാണ് ജീവിപ്പിക്കുന്നവൻ, ഞാനാണ് മരിപ്പിക്കുന്നവൻ. വഹാദിഹിൽ അൻഹാറു
തജ്രീ മിൻ തഹ്തി. ഈ നദികളൊക്കെ എന്റെ അണ്ടറിൽ ഒഴുകുന്നതാണ്. അവൻ പറയാണ്, ഈ പുഴകളൊക്കെ ഉണ്ടല്ലോ, ഈ നൈൽ നദിയൊക്കെ, ഇതൊക്കെ എന്റേതാണ്. ഭയങ്കരായിരുന്നു അവൻ. അവൻ പറഞ്ഞ എല്ലാവർക്കും അറിയാം, അന റബ്ബുകുമുൽ അഅല. എന്തായി അവന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, എന്റെ റബ്ബ് അല്ലദീ യുനസ്സിലുൽ ഗൈസ, മഴ വർഷിപ്പിക്കുന്നയാളാണ്. അപ്പൊ അവൻ പറഞ്ഞു, അങ്ങനെ നിന്റെ റബ്ബാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, സ്വീകരിക്കാൻ എന്റെ ഭൂമി ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിന്റെ റബ്ബിന് എങ്ങനെ മഴ വർഷിപ്പിക്കാൻ കഴിയും? എന്നിട്ട് എന്തായി? അവൻ സൂയസ് ഉൾക്കടലിൽ നിരാശനായി മുങ്ങിച്ചെത്തു. BC 1250 വഅഗ്റഖ്നാഹും ഫിൽ യമ്മി വഅൻതും തൻളുറൂൻ. നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഫിർഔനെയും അവന്റെ ശിങ്കിടികളെയും ആ സൂയസ് ഉൾക്കടലില് നാം മുക്കിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നും അവനുണ്ടല്ലോ മുഅ്മിനേ, ഇന്നും അവനുണ്ടല്ലോ. നിങ്ങൾക്ക് ഈജിപ്തിൽ പോകാൻ കഴിഞ്ഞാൽ, കൈറോയിലെ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ $20 കൊടുത്ത് നിങ്ങൾക്ക് ഫറോവയുടെ ജഡം കാണാവുന്നതാണ്. $20 കൊടുത്താൽ അവനിങ്ങനെ കിടക്കുന്നുണ്ടാവും. ലിതകൂന ലിമൻ ഖൽഫക ആയ. എടോ, നിന്റെ പിന്നാലെ ഇതുപോലെ സ്വന്തമാക്കിയവർ വരാനുണ്ടല്ലോ, സ്വന്തമെന്ന് പറയുന്നവർ വരാനുണ്ടല്ലോ. അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഞങ്ങളുടേതാണെല്ലാം എന്ന് കരുതുന്ന ആളുകൾ വരാനുണ്ടല്ലോ. അവർക്ക് മുഴുവൻ മാതൃകയായി നിന്നെ ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ എത്ര ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. ഫിറഔനും ഹാറൂനും ഹാമാനും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിടയിൽ തന്നെ എത്ര കൊഴിഞ്ഞുപോയി. നിങ്ങൾ കാണാറില്ലേ, ആലുവയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോയാൽ അവിടെ തൃപ്പൂണിത്തറ എന്ന ഒരു സ്ഥലമുണ്ട്. തൃപ്പൂണിത്തറ നമ്മുടെ മന്ത്രി കെ ബാബുവാണ് അവിടുത്തെ MLA. തൃപ്പൂണിത്തറ, അവിടെ വലിയ ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം വലിയ കൊട്ടാരാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. പടച്ച റബ്ബേ, അവിടെ ഇങ്ങനെ പോയാൽ ഈ അടുത്ത കാലത്തുണ്ടായ കൊട്ടാരങ്ങളാണ്. ആ കൊട്ടാരത്തിലൊക്കെ ചെന്നാൽ അവിടെ ഇല്ലാത്തൊന്നുമില്ല. സിംഹാസനങ്ങളുണ്ട്, കിരീടങ്ങളുണ്ട്, വലിയ കുന്തങ്ങളും വലിയ കുതിരയുടെ പുറത്ത് വിരിച്ചിരുന്ന വിരികളുമുണ്ട്. എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. നല്ല ചെരുപ്പുകളുണ്ട്, സ്വർണം കിട്ടിയ വാളുകളുണ്ട്, വളകളുണ്ട്. പക്ഷേ അതണിഞ്ഞവരില്ല, ആ കുപ്പായമിട്ടവരില്ല, ആ കിരീടമണിഞ്ഞവരില്ല, ആ ചെങ്കോല് കയ്യിലേന്തിയവരില്ല, ഒരാളുമില്ല. എല്ലാവരും നശിച്ചുപോയി, എല്ലാവരും മണ്ണോട് ചേർന്നുപോയി. ഒരാൾ മാത്രം ലോകത്ത് ബാക്കിയായി പോയി. അതാരാ? മലിക്കുൽ മുലൂക് വഹുക്മുഹു മാളിൻ. എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ, നിങ്ങൾ വിളിച്ചോളൂ എന്നെ എന്നൊരാൾക്ക് പറയാൻ കഴിയുന്ന അല്ലാഹ്, അവൻ മാത്രം, വേറെ ഒരാളുമില്ല. നമുക്കൊരൊറ്റ പണിയുള്ളൂ. പടച്ചോനെ, ഞങ്ങൾ നിന്റെ അടിമ. ഇത് പറല്ലാതെ ഒരു രക്ഷയില്ല മുഅ്മിനേ, അല്ലേ? ഡൽഹിയിൽ പോയവരുണ്ടാകുമല്ലോ. ഡൽഹി എന്ന് പറഞ്ഞാൽ ലോകാത്ഭുതങ്ങളുടെ നാടല്ലേ. ഡൽഹിയിലെ ചെങ്കോട്ടയുണ്ടല്ലോ, ആഗ്രയിലെ താജ്മഹൽ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പരിസരങ്ങളിലെ വലിയ 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 എന്തൊക്കെ കാണാൻ കഴിയും നമുക്ക്. അവിടെയുള്ള വലിയ മ്യൂസിയങ്ങളിലൊക്കെ പോയി അങ്ങനെ കാണാം. അവർ ധരിച്ചിരുന്ന കുപ്പായങ്ങൾ എന്തൊക്കെ. ഇന്ദിരാഗാന്ധി മരിച്ചെടുത്ത് ഇന്നും ആ രക്തം പിടിച്ച സാരി ഇങ്ങനെ സൂക്ഷിച്ചു, അല്ലേ? എല്ലാരും പോയി. മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെ ഉണ്ടായിരുന്നു? വലിയ ധനാഢ്യനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ.
മുംതാസ് മഹൽ എന്ന പെണ്ണിന് വേണ്ടി വലിയ ലോകാത്ഭുതം പണിത ഷാജഹാൻ ഉണ്ടല്ലോ. ഡൽഹിയിലെ ചെങ്കോട്ടയും ഡൽഹിയിലെ ജുമാ മസ്ജിദും ഉണ്ടാക്കിയത് ഷാജഹാനാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആഗ്രയിൽ നിന്ന് ഷാജഹാൻ സ്വർണം കിട്ടിയ രഥങ്ങളിൽ കുതിര രഥങ്ങളിൽ പോകുമ്പോ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, ചാക്കുകളിൽ ഇങ്ങനെ സ്വർണത്തിന്റെ കൂമ്പാരങ്ങൾ നിറച്ചിട്ട് രാജാവ് ചക്രവർത്തി പോകുന്നത് കാണാൻ വഴിയോരത്ത് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഈ ആൾ ഈ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തിരുന്നു. എവിടെ പോയി? വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ആർക്ക് എത്ര കൊടുത്താലും എത്ര നൽകിയാലും ഒരിക്കലും തീരാത്ത ഖജനാവിന്റെ ഉടമ അല്ലാഹ്. പടച്ചോനെ നീ മാത്രം, വേറെ ഒരാളുമില്ല. അല്ലേ? അവനുണ്ട്, എല്ലാറ്റിനും അവനുണ്ട്, എല്ലാം തരാനും അവനുണ്ട്, എല്ലാം നൽകാനും അവനുണ്ട്. അവന്റെ കഴിവുകൾ എത്രയാണ്! അള്ളാന്റെ കഴിവുകൾ എത്രയാണ് പറഞ്ഞാൽ തീരോ? വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലു ഇല്ലാ ബിഖദരിൻ മഅലൂം. മനുഷ്യരെ, നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുമ്പോ, മറ്റൊരാളോടൊരു മനുഷ്യനോട് ആവശ്യപ്പെടുമ്പോ അവൻ നിങ്ങൾക്ക് പണം തന്നാൽ, അവൻ നിങ്ങൾക്ക് അധികാരം തന്നാൽ, അവൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ തീർന്നു പോകുന്നതാണ്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്, മടുപ്പ് വരുന്നതാണ്, ഇല്ലാതെയാകുന്നതാണ്. എന്നാൽ ഈ പറയപ്പെട്ട ഒന്നുമില്ലാത്ത ഒന്ന് അത് അള്ളാന്റെ അടുക്കലാണ്. അവന്റെ അടുക്കൽ ഇതെമ്പാടുണ്ട്. അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് ചോദിക്കുകയാണ് അവന്റെ കഴിവുകളും നമ്മുടെ കഴിവുകളും. വാഖിഅ അവതാറുണ്ടല്ലോ, അതിലുള്ള ആയത്തുകളാണ്. അഫറഅയ്തും മാ തുംനൂൻ. എന്റെ കൂടെ വേണം ചോദിക്കോളൂ. أأنتم تخلقونه أم نحن الخالقون. പൈസയില്ല, കാശില്ല, ദാരിദ്ര്യാണെന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മന്ത്രമാണ് സൂറത്തുൽ വാഖിഅ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ചെറുപ്പക്കാരുടെ ചിന്തകൾ കല്യാണം കഴിച്ചു എത്ര വയസ്സായി? 31 വയസ്സായി. പെണ്ണ് കിട്ടില്ല. എന്താ പെണ്ണിട്ടാത്തത്? പൈസ ഇല്ല. അവന്റെ ഒറ്റ മാർഗ്ഗമുള്ളൂ, സൂറത്തുൽ വാഖിഅ ഓതിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്താനുള്ള തീരുമാനം വീട്ടുകാരെടുക്കും. നോക്കിക്കോ, നാളെ മുതൽ സൂറത്തുൽ വാഖിഅ ഓതുപോലെ കണ്ടാൽ നിങ്ങളിത് പറഞ്ഞ് കളിയാക്കരുത് കേട്ടോ. എന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ നിൽക്കുന്നത്. പെണ്ണുങ്ങൾ തോതുക. ഭർത്താവ് ഗൾഫിലാണ്, കഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് സാധാരണ കൂലിത്തൊഴിലാളിയാണ്, മക്കളൊക്കെ വളർന്നു വരുന്നു, വിദ്യാഭ്യാസം, പഠനച്ചെലവ്, കല്യാണങ്ങൾ, ഇതിന്റെയൊക്കെ ഇടയിൽ ഒരു സമാധാനം കിട്ടാൻ സൂറത്തുൽ വാഖിഅ അതിലുള്ളൊരായത്താണ്. അഫറഅയ്തും മാ തുംനൂൻ. നിങ്ങൾ വിസർജിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? അഅന്തും തഖ്ലുഖൂനഹു. നിങ്ങളാണോ അതിനെ മനുഷ്യനായി പടക്കുന്നത്? അം നഹ്നുൽ ഖാലിഖൂൻ. അതോ നമ്മളാണോ? അല്ലേ? കല്യാണമൊക്കെ കഴിച്ച് ഒരു 10 മാസം കഴിഞ്ഞ്, 10 മാസം കൂട്ടണ്ട, ഒരു 12, ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഒരു കുട്ടിയായി. അല്ലേ? അഅന്തും തഖ്ലുഖൂന. നിങ്ങളാണോ ആ കുട്ടി ആണാകണമെന്ന് തീരുമാനിച്ചു? അല്ലല്ലോ, നിങ്ങളല്ലല്ലോ തീരുമാനിച്ചത്, അതൊക്കെ അള്ളല്ലേ. യഹബു ലിമൻ യശാഉ ഇനാസ. യഹബു, അല്ലാഹ് ഔദാര്യമായി കൊടുക്കുന്നു. അള്ളാന്റെ ഒരു പേരാണ് എന്ത്? വഹാബ് എന്നത്. വഹാബ് അള്ളാന്റെ പേരാണ്, അള്ളാന്റെ പേരാണ്. നിങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ വഹാബ് നിട്ടുണ്ടാവും, പക്ഷെ അത് അള്ളാഹുവിന്റെ പേരാണ്. എന്താ അതിന്റെ അർത്ഥം? ഔദാര്യമായിട്ട് കൊടുക്കുന്നവൻ. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഔദാര്യമായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന.
യഹബു ലിമൻ യശാഉ ഇനാസ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെയും നൽകുന്നു. ഔ യുസൗവിജുഹും ദുക്റാനം വഇനാസ, ചില ആളുകൾക്ക് അവൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു. വയജഅലു മൻ യശാഉ അഖീമാ, ചില ആളുകൾക്ക് അവൻ കുട്ടികളെ നൽകുന്നില്ല. ഒക്കെ അല്ലാഹുവിന്റെ തീരുമാനം. അൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ കുട്ടിയായിട്ടുണ്ടാക്കിയത് അതോ നമ്മളാണോ? അല്ലേ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അല്ലേ? നല്ല ചോറ്, ചപ്പാത്തി, അദ്രാമോലെ വളരെ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു കഴിച്ചിട്ടാണ് വരുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കഴിച്ചിട്ടില്ലേ? കഴിക്കാതെ വന്നത്? ഓ, കഴിച്ചവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും. ഏതായാലും അതാരുണ്ടാക്കിയതാ? അതാ ചോദ്യം. കഴിച്ചോ കഴിച്ചില്ലേ എന്നുള്ളത്. അതിപ്പോ ഏതായാലും കഴിക്കപ്പെടുന്നത് പോയാൽ കഴിച്ചിട്ടേ രണ്ടാമതും കഴിച്ചിട്ടേ കിടക്കൂന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതാരുണ്ടാക്കി? അതാണ് അല്ലാഹുവിന്റെ അടുത്ത ചോദ്യം. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നിങ്ങൾ വിത്ത് വിതറുമ്പോ ആ വിതറിയ വിത്ത് മുളച്ചുണ്ടായി, അത് നെല്ലായി, അത് ഗോതമ്പമായി, അതുപോലെയുള്ള ഫലവർഗങ്ങളായി അത് മാറുമ്പോ അതാരുണ്ടാക്കുന്നതാണ്? നിങ്ങൾ കഴിച്ച് എല്ലാ രുചിയും വേർതിരിച്ചെടുത്ത് പൂർണ്ണമായും അതിലുള്ള രുചിയെല്ലാം ഉമ്പിയെടുത്തുകൊണ്ട് നിങ്ങൾ അത് താഴേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അത് പിന്നെ അവിടെ കിടന്ന് അത് തൈ പൊട്ടിയതൊരു വലിയ മാവായി നമ്മുടെ മുറ്റത്തിങ്ങനെ നിറഫലങ്ങളുമായി നിൽക്കുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ, നമ്മളാണോ അതുണ്ടാക്കിയത് അതോ നിങ്ങളാണോ? അല്ലേ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങളാണോ അത് മേഘകുംഭങ്ങളിൽ നിന്ന് താഴേക്ക് ഇറക്കിയത്, അത് താഴേക്ക് മഴയായി വർഷിപ്പിച്ചത്, അതോ നമ്മളാണോ? അല്ലാഹു ചോദിക്കുകയാണ്. എന്തൊക്കെ കഴിവുകളാണ് അല്ലാഹുവിനുള്ളത്, അല്ലേ? എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. നമുക്ക് ആ അല്ലാഹുവിനെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവനെ കൂടുതൽ അറിയാൻ എല്ലാവരും എണീറ്റ് നിൽക്കൂ, എല്ലാവരും എണീറ്റ് നോക്കൂ, എല്ലാവരും അല്ലാഹുവിനെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഒന്ന് ആവേശം കൊള്ളു, എല്ലാവരും ഒന്ന് ആവേശം ഉറക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഉഷാറാവും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എല്ലാവരും ഉറക്കൊക്കെ പോയിട്ട് എല്ലാവരും ഇരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ? അതുകൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കൂടുതൽ അറിയാം. അല്ലാഹു ആണല്ലോ, അവൻ അറിയാത്ത വല്ലതുമുണ്ടോ? അവന്റെ അറിവെത്രയാണ്? റബ്ബിന്റെ അറിവെത്രയാണ്? റബ്ബിന്റെ അറിവ്, അല്ലേ? എന്തൊരറിവ്! വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്രി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർള് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഇതിൽ പറയാത്തെന്താ? അള്ളാന്റെ അറിവ്.
കരയിലുള്ളത്, കടലിലുള്ളത് എല്ലാം നമുക്കൊക്കെ എന്തറിയാം? തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവിന്റെ മനസ്സിലുള്ളത് പെണ്ണെ നിങ്ങൾക്കറിയില്ലല്ലോ, തിരിച്ചങ്ങോട്ടും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല, നമ്മളൊന്നും അറിയാത്തവരാണ്. ഒരു പിടി മണൽ വാരിയെടുത്താൽ അതിലെത്ര എണ്ണമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. തലമുടിയുടെ എണ്ണം അറിയില്ലല്ലോ, അകത്തുള്ള ഒന്നും അറിയില്ലല്ലോ. എന്നാൽ അല്ലാഹ് അങ്ങനെയല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് അല്ലാഹു അറിയുന്നവനാണ്. പടച്ചോനെ, ഒരു ഇല, ഇത് കേരളത്തിലെ ഈ ഓമാനൂർ തലല്ല പറഞ്ഞത്, എല്ലായിടത്തുള്ള ഇല കൊഴിഞ്ഞു വീഴുന്നതും അല്ലാഹു അറിയുന്നു. ഒരു പുളിയുടെ മേലൊക്കെ എത്ര ഇല ഉണ്ടാവും പടച്ചോനെ, എന്റെ റബ്ബ് പറയാണ്, അറിയുന്നത് പടച്ചോൻ അറിയുന്നുണ്ട്. യസ്മഉ ദബീബൻ നംല ഫിൽ ളുൽമത്തി സൗദാ അന സഖറത്തി സമ്മാ, കൂടിരുട്ടിലൂടെ നടന്നു പോകുന്ന, കറുത്ത വെണ്ണക്കല്ലിന് മുകളിലൂടെ നടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ കാലിന്റെ മർമ്മരം അറിയുന്നവനാണ് അല്ലാഹു തആല. എന്താ വേണ്ടത്? വഹുവൽ ഹഫീദു ലനാ വലൈസ യഊദുഹു ഫി അർളിഹി ഹിഫ്ദുൻ വലാ ബിസമാഹു. ആകാശഭൂമികളും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ അവനെ, അല്ലാഹുവിനെ അഭയായിട്ട് കാണുക. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച അല്ലാഹുവേ, നിന്റെ അടിമ നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, നീയാണ് എനിക്ക് സമാധാനം, നീയാണ് എന്റെ ശാന്തിയുടെ മനസ്സ്. ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ തങ്ങളുടെ ചിശ്തിയിൽ അജ്മീരി തങ്ങളുടെ പരിശുദ്ധമായ ദർഗാ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ആ സമയത്ത് രാജാവ് ചക്രവർത്തിയല്ലേ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകളുണ്ട് കൂട്ടത്തിൽ. കാണുന്നില്ല എന്നുണ്ടെങ്കിലും കാണാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ണും പൊട്ടിയ ഒരാള്, രണ്ട് കണ്ണുമില്ല അയാളും വന്നു. ഇയാളിങ്ങനെ വന്ന് ഔറംഗസീബിനോട് പറഞ്ഞു, ചക്രവർത്തി എന്നെ കണ്ടോ? ചക്രവർത്തി കണ്ടു. എന്താ? രണ്ട് കണ്ണുമില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ പാവാണ്, കണ്ണില്ലാത്തതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ വന്ന് കൂടിയിട്ട് കുറെ കാലായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചക്രവർത്തി പറഞ്ഞു, കുറെ കാലായി അല്ലേ? നാളെ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് നിനക്കെങ്ങാനും കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് ഇവിടെ കാര്യമില്ല എന്നുള്ളതുകൊണ്ട് നിന്നെ ഞാൻ ശരിയാക്കും. രാജാവല്ലേ, ഇയാള് പേടിച്ചു, ആകെ ഭയന്നുപോയി. വേഗം ഇയാൾ ഓടിപ്പോയി. ഇയാള് നിസ്കാരം തന്നെ, പിന്നെ ദർഗയിൽ വരും. അങ്ങനെ കുറെ നേരം ഇങ്ങനെ ദുആ ചെയ്യാണ്. ദുആ ചെയ്ത് പേടിച്ചു. പടച്ചോനെ, ഇയാൾക്ക് ഇനി ജീവിതമാർഗം എങ്ങനെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതിയെന്നായി പോയി. ഇയാൾ ആകെ പേടിച്ച് അവശനായി ദുആ ചെയ്ത് അങ്ങനെ രാവിലെ ഇയാൾ എണീറ്റ് നോക്കുമ്പോൾ ഇയാളുടെ രണ്ട് കണ്ണിനും കാഴ്ച. ഇതെന്താ അത്ഭുതം! രാജാവിന്റെ അടുക്കൽ വന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കിതാ കാഴ്ച കിട്ടിയിരിക്കുന്നു, എങ്ങനെയുണ്ട്? രാജാവ് പറഞ്ഞു, നീ വന്ന സമയത്ത് ഇന്നലെ നീ ചോദിച്ചിരുന്നത് എങ്ങനെയാണോ അങ്ങനെ നീ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹു തആല നിനക്ക് അന്നേ കണ്ണിന് കാഴ്ച തരുമായിരുന്നല്ലോ. നീ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചില്ല. റബ്ബിനോട് പറഞ്ഞാൽ, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അവനോട് ആവശ്യപ്പെട്ടാൽ വല്ലാഹു ഹുവൽ ഗനിയ്യു. ഈ മനുഷ്യന്മാരുടെ ഗിന എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാളുടെ അടുക്കൽ വലിയ കോടി എത്രയോ കോടി ഉണ്ടെന്ന് വിചാരിക്കുക. അയാളൊരു ഒപ്പിട്ടിട്ട് അത് വേറെ ആൾക്കാണ് കൊടുത്താൽ അയാൾ തീർന്നില്ലേ? നല്ലയോ? ലൗ അന്ന അവലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. നിങ്ങളിലുള്ള ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ
അല്ലാഹുവേ ഇതൊക്കെ ഈമാനോടെ സ്വീകരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. നിങ്ങൾ ആമീൻ പറയൂ. ഇതൊക്കെ വെറും വർത്തമാനങ്ങളാണ്. ഭൗതികമായ ചുറ്റുപാടിലേക്ക് നമ്മൾ പോയാൽ നമുക്കെന്ത് പടച്ചവൻ, നമുക്കെന്ത് റബ്ബ്, നമ്മളിങ്ങനെ ഒഴുകിപ്പോകും. അവിടെ ഹലാലില്ല, ഹറാമില്ല. നമ്മൾക്ക് ജീവിക്കണമെന്നേ ഉള്ളൂ. അതാളെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ലോൺ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, പലിശക്കെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, നുണ പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമാകും മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുന്നത്. അല്ലാഹു നമ്മുടെ ഈമാനൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എന്നാൽ അല്ലാഹ് അങ്ങനെയല്ല. ആദ്യം മുതൽ അവസാനം വരെയുള്ള ആള്, മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും എന്തായി? കാനോ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ മനസ്സായി മാറി. എല്ലാവരും ഉഷാർ, എല്ലാവരും നല്ലതാണ്. അപ്പൊ പടച്ചോൻ എത്ര കൊടുക്കേണ്ടി വരും അല്ലേ? പടച്ചോന് നന്നായി കൊടുക്കേണ്ടി വരുമല്ലോ. അല്ലാഹുവിന് നന്നായി കൊടുക്കേണ്ടി വന്നവൻ കൊടുത്താലും അല്ലാഹ് പറയുകയാണ്, എന്റെ അധികാരത്തിൽ അതൊന്നുമേ എനിക്കൊരു ശക്തി കൂട്ടുകയില്ല, എനിക്കൊന്നുമേ അത് വർദ്ധിപ്പിക്കുകയില്ല. ഇനി എല്ലാവരും മോശക്കാരായി, എന്നാൽ എന്റെ അധികാരത്തിൽ അതൊന്നുമേ കുറക്കുകയില്ലെന്ന് അല്ലാഹ് പറയുന്നതായി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് അൽ ഗനിയു, യഥാർത്ഥ ഉടമസ്ഥൻ, യഥാർത്ഥ മുതലാളി, യഥാർത്ഥ ഐശ്വര്യവാൻ. അത് അല്ലാഹുവാണ്. നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അവന്റെ അടിമയായി ഉത്തമദാസന്മാരായി നമ്മൾ അടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തന്നെയാണ് മുഅ്മിനീങ്ങളെ പൂർണ്ണമായും നമുക്ക് ആ അഭയം നൽകുന്നത്. അത് നമ്മളായി മാറണം എന്ന് മാത്രം. അതിന്റെ ലക്ഷണം എന്താണ്? ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുമ്പോ, നാളെ ഖബറിൽ ചെല്ലുമ്പോ, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ, നാളെ സ്വർഗ നരകങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ എന്താണ് നീ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. അല്ലാഹ് ഖുർആനിലൂടെ പറയാണ്, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലേ? അല്ലാഹ് വിളിക്കുകയായിരുന്നു ഓരോരുത്തരെ. റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹ് വിളിക്കുകയായിരുന്നു, അബൂ തൽഹ അൽ അൻസ്വാരി അല്ലാഹ് വിളിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, 90 വയസ്സ് പ്രായമായിരുന്ന, താടിയും തലയുമെല്ലാം നരച്ചു പോയിരുന്ന ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്ന് പരാതി പറയുന്നു, നബിയേ, എന്റെ മക്കളോട് അങ്ങൊന്ന് എനിക്ക് വേണ്ടി സമ്മതം വാങ്ങിച്ചു തരണം. എന്തിനാണ് സമ്മതം? എനിക്ക് ഉഹദ് യുദ്ധത്തിന് പോരാനാണ്. ബദറിലേക്ക് അങ്ങനെ കൊണ്ടുപോയില്ലല്ലോ. എനിക്ക് കാരണമുണ്ടായിരുന്നു. ഞാൻ കാലിന് മുടന്തുള്ളയാളാണ്, ഞാൻ പ്രായമുള്ളയാളാണ്. പക്ഷേ നബിയേ, പ്രായമുണ്ടെങ്കിലും കാലിന് മുടന്തുണ്ടെങ്കിലും എന്റെ മക്കളോടങ്ങ് പറഞ്ഞിട്ട് എനിക്കൊന്ന് സമ്മതം വാങ്ങിച്ചു തരുമോ? ഞാൻ പോരാം നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, കഅന്നീ അൻളുറു ഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നത് പോലെയുണ്ട്. അത്ഉ ബിഉർജതി, എന്റെ ഈ മുടന്തൻ കാലുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ ചവിട്ടുന്നത് ഞാൻ കാണുന്നത് പോലെയുണ്ട് യാ റസൂലല്ലാഹ് പറയാണ്. കണ്ടില്ലേ? യുദ്ധത്തിൽ പങ്കെടുത്തു, ഷഹീദായി, രക്തസാക്ഷിയായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ പോർക്കളത്തിലൂടെ അങ്ങനെ നടന്നു നോക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് ഈ മുടന്തൻ, ഈ പ്രായമേറിയവൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കണ്ടോ? അംർ ഇബ്നുൽ ജമൂഹിനെ കണ്ടിട്ട് അവിടുന്ന് പറയുകയാണ്, റബ്ബിന്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസി ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കിയാൽ
നാളെ കുങ്കുമത്തിന്റെ വർണ്ണമായി കസ്തൂരിയുടെ ഗന്ധവുമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് നാളെ ആ വ്യക്തി വരുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ, അവർക്കൊക്കെ ആ വിശ്വാസം. അല്ലാഹ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുദ്ധമാണ്. യുദ്ധത്തിന്റെ രാത്രി സൈന്യമൊക്കെ വിശ്രമിക്കുമ്പോ രണ്ടാളുകൾ ഇങ്ങനെ സൈന്യത്തിന്റെ കാവൽ നിൽക്കുന്നുണ്ട്. രണ്ട് സ്വഹാബികൾ കാവൽ നിൽക്കുന്നു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയപ്പോ ഒരാള് മറ്റേ കാവൽക്കാരനോട് പറഞ്ഞു, സുഹൃത്തേ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കുറച്ചു സമയം അവിടെ മാറിയിരുന്ന് വിശ്രമിച്ചോളൂ, ഞാൻ ഇവിടെ നിസ്കരിച്ചു കൊള്ളട്ടെ. പ്രശ്നമൊന്നുമില്ല, ചുറ്റുഭാഗത്തും ആരുമില്ല. അങ്ങനെ ഒന്നാമത്തെ ആൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി. നിസ്കാരത്തിൽ അങ്ങ് മുഴുകിയപ്പോ, ഖുർആൻ ഇങ്ങനെ ഓതാൻ തുടങ്ങിയപ്പോ ശത്രുക്കളുടെ ചാരൻ വന്നു. അയാളിങ്ങനെ നോക്കുമ്പോ ഇയാൾ ഒറ്റക്ക് നിന്നിങ്ങനെ നിസ്കരിക്കുകയാണ്. അയാള് വില്ല് കുലച്ചു, അമ്പെയ്തു. നിസ്കരിക്കുന്ന ഈ മനുഷ്യന്റെ ശരീരത്തിൽ അത് തറച്ചു. അയാൾ അനങ്ങിയില്ല. അയാള് നിസ്കാരം തുടർന്നു. റുകൂഉം ഇഅ്തിദാലും സുജൂദുമൊക്കെയായി പോയി. ഇയാള് രണ്ടാമത്തെയും മൂന്നാമത്തെയും അമ്പെയ്തു. അയാള് രക്തം വാർന്ന് നിലവിളിച്ചു, അങ്ങോട്ട് നിലംപതിച്ചു. വീഴുന്ന ഒച്ച കേട്ടപ്പോ മറ്റേ ആൾ ഉണർന്നിട്ട് ഓടി വന്നപ്പോ ദാ കാണുന്നത് ചാരൻ ഓടി മരിക്കാൻ പോവാണ്. മരിക്കുന്ന ഈ കൂട്ടുകാരനോട് സഹോദരൻ ചോദിച്ചു, എന്തേ നിങ്ങൾ പറഞ്ഞില്ല? അത്രയും വലിയ വേദന വന്നപ്പോ, അമ്പ് വന്നപ്പോ എന്തേ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? ഞാൻ പറയാതിരുന്നത് എന്താണെന്നറിയോ? ഞാൻ അല്ലാഹുവിൽ അങ്ങ് ലയിച്ചു പോയിരിക്കുകയായിരുന്നു. ഞാൻ നിസ്കരിക്കല്ലേ, ഞാൻ അതിൽ ഖുർആൻ ഓതുകയല്ലേ. അത് തടയാൻ, അതൊഴിവാക്കാൻ, അതിൽ നിന്ന് മാറാൻ എന്റെ മനസ്സ് തോന്നിയില്ല. കണ്ടില്ലേ, ഇതാണ് അത് പറഞ്ഞിട്ട് പടച്ച ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവനെ പോലെയാവല്ലേ. ചെറുതായിട്ട് മറക്കാൻ പാടില്ല, വലിയ ആളായിട്ട് മറക്കാൻ പാടില്ല. വലിയ ആൾ മറന്നാൽ അതിന്റെ ഗൗരവം വലുതാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും മറക്കാൻ പാടില്ല, വലിയ മഹാന്മാരും മറക്കാൻ പാടില്ല. അല്ലേ? മറന്നല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മൂസാ നബി അലൈഹിസ്സലാം. എന്നാ മൂപ്പര അള്ളാനെ അങ്ങ് ഓർത്തു പല ഘട്ടങ്ങളിലും. ചരിത്രം പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം മദിയനിലേക്ക് പോയി ഫിർഔനിന്റെ ആക്രമണത്തെ ഭയന്ന്. അവിടെ പരിചയക്കാരാരുമില്ല. അവിടെ ഇങ്ങനെ ചെന്നു നോക്കുമ്പോൾ കാണുന്നു, ഒരു ജലാശയത്തിൽ നിന്ന് ആളുകൾ അവരുടെ മൃഗക്കൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ്. അവർ മൃഗങ്ങൾക്കും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും വെള്ളമെടുക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. അള്ളാഹുവിന്റെ ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ മൂസാ നബി കാണിച്ചു. മൂസാ നബി മെല്ലെ ആ പാറ പൊക്കിയിട്ട് അവർക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം നല്ല ഒരു കാര്യം ചെയ്തു. കണ്ടില്ലേ? ഫസഖാലഹുമാ സുമ്മ തവല്ലാ ഇലല്ലാഹ് ഫഖാല. ചിന്തിക്കണേ, മൂസാ നബി ചെയ്ത നല്ലൊരു കാര്യം. ഫസഖാലഹുമാ, രണ്ടുപേർക്കും മൂസാ നബി വെള്ളം കുടിപ്പിച്ചു. സുമ്മ തവല്ലാ ഇലല്ലാഹ്, എന്നിട്ട് ആ തണലിലേക്ക് അങ്ങ് മാറി നിന്നു. ഫഖാൽ, എന്നിട്ട് മൂസാ നബി റബ്ബിനെ വിളിക്കുകയാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ.
അല്ലാഹുവേ, ഞാനിതാ ഇവിടെ ഒറ്റക്കാണല്ലോ, നീ എന്തെനിക്ക് അനുഗ്രഹം ചൊരിയുന്നുവോ അതിന് മുഴുവൻ ഞാൻ നിന്നിലേക്ക് ആവശ്യമുള്ളയാളാണ് എന്ന് മൂസ നബി അങ്ങ് പറയേണ്ട താമസം ഫജാഅത് അഹദുഹുമാ, ആ രണ്ട് പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു കുട്ടി വന്നു ശുഐബ് നബിയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അഭയമായി, കുടുംബമായി, ജോലിയായി, എല്ലാം അല്ലേ. അതാണ് അല്ലാഹ് വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടില്ലേ നിങ്ങൾ? എല്ലാരും പറയും സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ. അള്ളാനെ ഓർത്തു, അള്ളാഹ് സഹായിച്ചു. അള്ളാനെ മറന്നു, അള്ളാഹ് തൽക്കാലം കൈവിട്ടു. രണ്ടും അനുഭവം. എപ്പോഴാ സഹായിച്ചത്? സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൈകാലുകൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. ലാ തഖ്തുലൂ അബിതുറഹൂഹു അർളൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ. കൈകാലുകൾ ചുരുട്ടിപ്പിടിച്ചിട്ട് കണക്കിലേക്ക് ഒരൊറ്റ വലിച്ചെറിയല. അവരോട് പറഞ്ഞു, കെഞ്ചി പറഞ്ഞു നോക്കി, പ്ലീസ് ഇന്നൊന്നും ചെയ്യല്ലേ, ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോളാം, ഇന്നൊന്നും ചെയ്യല്ലേ. അവർ സമ്മതിച്ചില്ല. കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണെന്ന് ഉറപ്പായപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചല്ലോ. യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽ ലീ മിൻ അംരി ഫറജൻ വ മഖ്റജാ. പിതാവായ യാക്കൂബ് നബി പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ. അല്ലാഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, യാ ഷാഹിദൻ ഗൈറ ഗായിബ്, എന്നെന്നും എന്റെ കൂടെയുള്ള അല്ലാഹ്, ഒരിക്കലും മറഞ്ഞിട്ടില്ലാത്ത അല്ലാഹ്. വയാ ഖരീബൻ ഗൈറ ബഈദ്, എല്ലാവരോടും അടുത്ത് കിടക്കുന്ന വിദൂരത്തല്ലാത്ത അല്ലാഹ്. വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ്, എല്ലാറ്റിന്റെയും മുകളിൽ അതിജയിക്കുന്ന റബ്ബേ, ഇതിൽ നിന്ന് എനിക്ക് രക്ഷ നീ നൽകണമേ. അല്ലാഹ് നൽകി. എങ്ങനെ? യൂസുഫ് നബി ആ കിണറ്റിലെത്തുന്നതിന്റെ മുമ്പ് ആ കിണറ്റിലെത്തി സയ്യിദുനാ ജിബ്രീൽ. ഉറക്കെ പറയൂ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ കിണറ്റിലെത്തി. ഇതേ യൂസുഫ് നബി ജയിലിലടക്കും. എന്നിട്ടോ ജയിലിൽ ഒരുപാട് കാലം കഴിഞ്ഞു. രണ്ടാളുകൾ സ്വപ്നം കണ്ടു. ഒരാള് കണ്ട സ്വപ്നം നിങ്ങൾക്കറിയാമല്ലോ. അയാൾ രാജാവിന് ഇങ്ങനെ കള്ളൊഴിച്ചു കൊടുക്കുന്ന ആ സ്വപ്നം കണ്ടത്. രണ്ടാമത്തെ ആൾ, അതിൽപ്പെട്ട മറ്റേയാള് കണ്ടത്, അയാളുടെ തലയിൽ നിന്ന്, കൊട്ടയിൽ നിന്നിങ്ങനെ റൊട്ടിയും മറ്റുമൊക്കെ പക്ഷികൾ ഇങ്ങനെ കുത്തിക്കൊണ്ടുപോകുന്ന ആ സ്വപ്നം കണ്ടത്. യൂസുഫ് നബി പറഞ്ഞു, നിങ്ങളെ തൂക്കിലേറ്റും, നിങ്ങൾ രാജാവിന്റെ അടുക്കലേക്ക് രക്ഷപ്പെട്ടവനായി ചെല്ലും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോ നിങ്ങൾ രാജാവിനോട് പറയണം, ഇവിടെ നിരപരാധിയായ ഇന്നാലിന്ന യൂസുഫ് എന്ന ഒരാൾ കിടക്കുന്നുണ്ട് എന്ന്. മുഫസ്സിറുകൾ പറയുന്നു, ആ ഒരു വർത്തമാനം യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു എന്ന കാരണത്താൽ അല്ലാഹു തആല ഒന്നുകിൽ 7 അല്ലെങ്കിൽ 12 കൊല്ലക്കാലം അല്ലാഹു തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ തന്നെ വെച്ചു. കണ്ടോ? അള്ളാഹുവിനെ മറന്നവനെ പോലെ നിങ്ങളാവാനേ പാടില്ല. അങ്ങനെ നിങ്ങൾ അള്ളാനെ മറന്നാൽ, നിങ്ങൾ നിസ്കരിക്കാതിരുന്നാൽ, നിങ്ങൾ നോമ്പെടുക്കാതിരുന്നാൽ, അല്ലേ? ഒരാള് ഇബ്രാഹിമിന് അദ്ഹമിന്റെ അടുക്കൽ വന്നു. ഇബ്രാഹിമിന് അദ്ഹം എന്നവരെ, എനിക്കെപ്പോഴും ഇങ്ങനെ തെറ്റ് ചെയ്യാൻ തോന്നുകയാണ്. എപ്പോഴും സിനിമ കാണാന്, സീരിയല് കാണാന്, ഗീബത്ത് പറയാന്, ഇങ്ങനെ നുണ പറയാന് ഇങ്ങനെ തോന്നുകയാണ്. എന്താ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അങ്ങനെ നീ തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. അയാളോട് പറഞ്ഞു, നീ അങ്ങനെ തെറ്റ് ചെയ്യുമ്പോ നീ ആലോചിക്കുക, അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ചുകൊണ്ട് നീ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇയാൾ മോമിനായതുകൊണ്ട്
മുഅ്മിൻ അല്ലാത്ത ഒരാളോട് പറഞ്ഞ കാര്യമില്ല. ഇയാൾ പറഞ്ഞു അള്ളാന്റെ ഭൂമി അല്ലാത്തോടത്ത് വെച്ചിട്ട് എങ്ങനെ ഞാൻ അമൽ ചെയ്യാം? ഞാൻ എപ്പോഴും അള്ളാന്റെ ഭൂമിയിലല്ലേ. വൽ അർള വളഅഹാ ലിൽ അനാം, എല്ലാം അള്ളാന്റെയാണ്. അപ്പൊ അത് നിനക്കറിയാമല്ലേ. അപ്പൊ തെറ്റ് ചെയ്യുമ്പോ വേഗം നീ അതങ്ങോട്ട് ആലോചിച്ച് പഠിച്ചോൻ ഇത് നിന്റെ ഭൂമിയാണല്ലോ. അള്ളാഹു തരുന്ന റിസ്ക് നൽകിക്കൊണ്ട്, അള്ളാഹു നൽകുന്ന റിസ്ക് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നീ തെറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത വേറെ ആരെങ്കിലും റിസ്ക് തരുമോ? അപ്പൊ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതാല് പടച്ചോണ്ട് ഇത് നീ തന്ന കഴിവാണല്ലോ, നിന്റെ റിസ്ക്കാണല്ലോ, അതെങ്ങനെ തെറ്റ് ചെയ്യാം? നീ തെറ്റ് ചെയ്യുമ്പോ അല്ലാഹ് കാണാത്ത ഒരിടത്ത് പോയി നീ തെറ്റ് ചെയ്യുക. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹ് കാണാത്ത ഒരിടവുമില്ലല്ലോ. യഅലമു ഖായിനത്തൽ ഐനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങൾ ഗോപ്യമാക്കി വെക്കുന്നതും കണ്ണുകളുടെ വഞ്ചനയും എല്ലാം അറിയുന്ന ആളാണല്ലേ. പിന്നെ എങ്ങനെയാ? അത് നിനക്കറിയാല്ലേ. അപ്പൊ നീ തെറ്റ് ചെയ്യാൻ പാടില്ല. നീ മരിക്കുന്ന സമയത്ത് നിന്റെ അടുക്കലേക്ക് മലക്ക് വരുമ്പോ നീ പറയണം, മോനെ ഞാനിവിടെ കുറെ തെറ്റൊക്കെ ചെയ്തിട്ട് കുറച്ച് നല്ല കാര്യം ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെട്ടോളാം. അതുകൊണ്ട് അങ്ങനെ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ തെറ്റ് ചെയ്തോ. ഇയാൾ പറഞ്ഞത് കഴിയില്ലല്ലോ. കാരണം എന്താണ്? ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ർജിഊൻ, പടച്ചോനെ എന്നെ ഒന്ന് മടക്കി തരുമോ? അല്ലാഹ് പറയുന്നത് എന്താ? ആ പരിപാടിയില്ല. എങ്ങനെ തെറ്റിയ? ഇബ്രാഹിമിന് അത് അവസാനം പറഞ്ഞു, ഇനി നിന്നെ സബാനിയാക്കളായ മലക്കുകൾ പിടിച്ചുകൊണ്ടു പോണ സമയത്ത് ഞാൻ വരൂല എന്ന് നിനക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ തോന്നിയതുപോലെ നടന്നോ. ഈ മനുഷ്യൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി എന്നുള്ളതാണ്. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹുവിനെ മറന്നാൽ അവർ റബ്ബിനെയല്ല മറക്കുന്നത്, അവർ മറക്കുന്നത് അവരവരെ തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുകയാണ്, നമ്മൾ അല്ലാഹുവിന്റെ അടിമകളായിട്ട് മാറുക. എന്താണ് അടിമയുടെ ലക്ഷണം? പടച്ചവനെ നീ ഒരു കാര്യം ഞങ്ങളോട് വിശ്വസിക്കാൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ സംശയമില്ല, ഞങ്ങളത് കൊണ്ടു നടക്കുന്നവരാണ്. മനസ്സിനോട് ചോദിച്ചു നോക്ക് എങ്ങനെയാണോ എന്നുള്ളത്. അല്ലാഹുവേ ഞങ്ങൾക്കതിൽ സംശയമില്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളോടൊരു കാര്യം അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ സമിഅനാ വഅത്വഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ. ഞങ്ങളത് കേട്ടു, ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങൾ രണ്ടാമത് അതെങ്ങനെയാ അതിങ്ങനെയാ ചോദിക്കൂല, ഞങ്ങളത് വിശ്വസിച്ചു. നീ ഞങ്ങളുടെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലോ അതിലും ഞങ്ങൾ അങ്ങനെ തന്നെ, ഞങ്ങൾക്കതിൽ സംശയമൊന്നുമില്ല. നീ ഞങ്ങളോട് ഉറങ്ങാൻ പറയുമ്പോ ഞങ്ങൾ ഉറങ്ങും, ഉണരാൻ പറയുമ്പോൾ ഞങ്ങൾ ഉണരും. നീ ഞങ്ങളോട് ഇന്ന കാര്യം ഞങ്ങളുടെ ജീവൻ തന്നെ അങ്ങ് തരാൻ പറഞ്ഞാലും ലെഫ്റ്റ് തേരാ നാം രഹേ ഹൽക്ക് പേ തൈർ രഹേ സീനെ പേ ജല്ലാദ് രഹേ. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളുമായിട്ട് വന്നാലും പടച്ചോനെ ഞങ്ങൾക്ക് നീ ഉണ്ടല്ലോ. അതാണ് മുഅ്മിൻ. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കടണ്ടായാലും പ്രശ്നമുണ്ടായാലും പടച്ചോനെ നീ ഉണ്ടല്ലോ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നീ കണക്കാക്കിയത് വരും ഞങ്ങൾക്ക് റബ്ബേ. ഉള്ളൂ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നീ കണക്കാക്കാത്ത ഒന്നുമല്ലാതെ ഞങ്ങൾക്ക് വരില്ല. നീ ഞങ്ങളുടെ ആരോഗ്യത്തിന് ശക്തി ക്ഷയം തീരുമാനിച്ചപ്പോ അത് കിട്ടി, ക്ഷയം ഉണ്ടായപ്പോ അത് കിട്ടി.
ഞങ്ങൾ പേടിക്കൂല, ഞങ്ങൾ ബേജാറാവില്ല, ഞങ്ങൾക്ക് നീയുണ്ട്. അള്ളാഹു ഞങ്ങളൊരു മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എല്ലാരും ഉറക്കാം, നീ പറയും നീ നൽകണേ റഹ്മാനെ. പിന്നെന്താണെന്നറിയോ? ഹുവ മൗലാനാ, അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ. ഹുവ മൗലാനാ, അള്ളയാണ് നമ്മുടെ യജമാനൻ. അതങ്ങോട്ട് ഉറപ്പിക്കുക. സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അള്ളാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഈ സ്വതക്ക, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തോ എല്ലാം അള്ളാഹുവെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഒന്ന് ഉറക്കാമീൻ പറഞ്ഞ് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ ഖൈർ നൽകണേ റഹ്മാനേ. അള്ളാഹുവെ നിനക്ക് വേണ്ടി ഈ സദസ്സിൽ നിന്ന് ആരൊക്കെയാണോ ഈ വാഴ് കേട്ടത്, നീ ഇഖ്ലാസ് കൊണ്ട് അവരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് റഹ്മാനെ. ഈ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട് ഈ മജ്ലിസിൽ നിന്ന് ആരൊക്കെയാണോ എഴുന്നേറ്റ് നിന്ന് സ്വതക്ക വാഗ്ദാനം ചെയ്യുന്നത്, എല്ലാവരും നാമീ പറയും പടച്ചോനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇന്നലെ കൊടുത്തവരാണ്, മിനിഞ്ഞാന്ന് കൊടുത്തവരാണ്, എന്നാലും അല്ലാഹ് ഇന്ന് നിനക്ക് വേണ്ടി തരാൻ തയ്യാറാകുന്നവരാരാണോ അവരുടെ സ്വതക്ക നീ കബൂലാക്കണേ അല്ലാഹ്. മുറാദ് ഹാസിലാക്ക് റബ്ബേ. ഉദ്ദേശങ്ങൾ നിറവേറ്റ് റഹ്മാനെ, ഉദ്ദേശങ്ങൾ നിറവേറ്റ് റബ്ബേ. നല്ല നിയ്യത്തോടെ നിങ്ങൾ കുറച്ച് ആളുകൾ സ്വതക്ക ചെയ്യണം. നല്ല നിയ്യത്തോടെ, നിയ്യത്ത് മോശാക്കരുത്, നിയ്യത്ത് ആരും മോശാക്കരുത്, എല്ലാവരും നല്ല നിയ്യത്തോടെ. ഇൻഷാ അല്ലാഹ് ഒരു 3333 റുപ്യ ഞാൻ അതിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരാളെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ഒരിക്കലും അത് നഷ്ടാവൂല. അള്ളാഹുവിനോട് ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ ചോദിക്കും, അള്ളാഹുവേ മനസ്സുള്ളവർക്ക്, കഴിവുള്ളവർക്ക് നീ അതിനുള്ള കഴിവ് കൊടുക്കണേ റഹ്മാനെ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഒരു 3333 റുപ്യ തരാൻ പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റുന്നേ. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ എണീറ്റ് നിൽക്കുക. അല്ലാഹു തആല നൽകിയ സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം, വലിയ പരിപാടി അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായ ലക്ഷ്യമുള്ളതാണെങ്കിൽ നമ്മൾ 5000 10,000 ചോദിക്കും. ഒരു 3333 കൊടുക്കാൻ തയ്യാറെങ്കിലും ഉണ്ടോ? ഒറ്റാള്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിഷമമൊന്നുമില്ല, നമ്മളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ലേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് നിൽക്കും. സഹോദരിമാരുടെ ഭാഗത്തുനിന്നൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ അവിടെ പോയാൽ അവർ ഉണ്ടെങ്കിൽ പറയും ഇൻഷാ അല്ലാഹ്. 3333 തരാൻ തയ്യാറുള്ള ആരുമില്ല. പിന്നെ എത്ര നിങ്ങൾ തരിക ഇൻഷാ അല്ലാഹ്? ഇവരൊക്കെ ഇന്നലെയും മിഞ്ഞാന്നും തന്നവരാ. പക്ഷേ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. എന്നാ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ ഒരു 3333 കഴിവുള്ളവരില്ലാന്ന് വിചാരിക്കും. ഇന്നലെ 1000 കൊടുത്തവരുണ്ടാവും, മിനിഞ്ഞാന്ന് 1000 കൊടുത്തവരുണ്ടാവും. 1000 കൊടുക്കാൻ പറ്റിയ നല്ല നിയ്യത്തോടെ, നല്ല ഒരു നിയ്യത്ത് മനസ്സിലങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ എത്ര ആൾക്കാർ ഈ മജ്ലിസിലുണ്ട്? ഒന്ന് എണീറ്റ് നോക്കി. 1001 കൊടുക്കാൻ പറ്റിയവര് 1001. അൽഹംദുലില്ലാഹ്, ഒരാളായി. രണ്ടാമത്തെ ആളാരാ? 1001 കൊടുക്കാൻ പറ്റി രണ്ടാമത്തെ ആള്? ഒരാളോ? രണ്ടാമത്തെ ആൾ അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ ആൾ അൽഹംദുലില്ലാഹ്. നാലാമത്തെ ആള് ഉണ്ടോ? നാലാമത്തെ ആൾ ആരാണ്? നാലാമത്തെ ആളായി അൽഹംദുലില്ലാഹ്. അഞ്ചാമത്തെ ആൾ 5. ഒരാളും കൂടി അഞ്ചാമത്തെ ആള് ഇൻഷാ അല്ലാഹ്. ഒന്നെണ്ണിട്ട് ഒരു അഞ്ചാമത്തെ ഒരാളും കൂടി മജ്ലിസിൽ അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഒരാള്. അല്ലാഹുവേ അതിന് ഒരാൾക്ക്, ഒരു മനുഷ്യന് നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഒരാളും കൂടി 1001 കൊടുക്കാൻ തയ്യാറുള്ള അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വലാത്ത് തവസ്സൽന ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് وأهل البدر يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. 5 ആളല്ലേ തന്നത്? 5 തേൻ കുപ്പിണ്ട് ഇവിടെ. അത് 5 ആൾക്കാർക്ക് കൊടുത്താൽ സലാമത്തായ
എല്ലാരും ആമീൻ പറയും. റഹ്മാനായ തമ്പുരാനെ, ആ 5 ആളുകളുടെയും മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. ഈ സദഖ നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആ 5 ആളുകളുടെയും 1001 നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും കൈ ഉയർത്തിപ്പിടിക്കൂ തമ്പുരാനെ. ഈമാനിന്റെ വെളിച്ചം കൊണ്ടവരുടെ ഹൃദയത്തെ നീ വിശാലമാക്കണേ അല്ലാ. ഏതായാലും ശിഫയുള്ളതാണ് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ടവർക്കൊന്നുകൂടെ ശിഫ ശക്തമാക്കണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു 4 ഉറുമാമ്പഴം, ഒരു 501 രൂപക്ക് ഒരു 4 ആളുകൾ. റഹ്മാനായ തമ്പുരാനെ, ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിയത്ത് ചെയ്യാം. അല്ലാഹുവേ, ആരൊക്കെയാണോ 4 ആളുകളത് നിയ്യത്ത് ചെയ്തവർ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. നീ ഖൈർ നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഈ ഉറുമാമ്പഴം കൊണ്ടുപോകുന്നവർ, ഇവിടെയുള്ള ആപ്പിൾ കൊണ്ടുപോകുന്നവർ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരും കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയും. പടച്ചോനെ, ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്നവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മാനെ, അവരതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് കൈ നീട്ടുന്ന ആ സമയത്ത് നിന്റെ ഐശ്വര്യം അവർക്ക് നീ നൽകി കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരാണ് ആദ്യത്തെ ആളാരാ? 501. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ഒരാളും കൂടെ അല്ലാഹു ശിഫ നൽകി. റഹ്മാനെ, ഞങ്ങളുടെ ഈ സഹോദരന്റെ തങ്ങളുടെ കുട്ടി വലിയ ക്യാൻസർ എന്ന അസുഖം ബാധിച്ചു. റഹ്മാനെ, ബുദ്ധിമുട്ടിലാണ്. ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. നീ റഹ്മാനെ, നീ എല്ലാ ബുദ്ധിമുട്ടും നീ രക്ഷപ്പെടുത്തറേ. ഒരാളും കൂടെ അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ആ സഹോദരന് നീ ആരോഗ്യവും ശക്തിയും ഒക്കെ ഏറ്റിക്കൊടുക്കണേ. 2, 4, 6 ആപ്പിളുണ്ട്. ഒരു 501 രൂപക്ക് ഞാൻ 3 എണ്ണം. ബഷീർ മൗലവി പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് 1001 കൊടുത്താൽ കിട്ടുമോ? 501 പോരെ? 501 മതി. ബഷീർ മൗലവിക്ക് ഞാൻ ഇവിടുന്ന് പോയ ബഷീർ മൗലവി ഞങ്ങൾ ചീത്ത പറയുന്നുള്ള നിൽക്കാൻ കേട്ടോ. മൂപ്പര് 501 തന്നെ മതി എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടെ ഒരു 3 സഹോദരിമാരാണ്. ഈ സഹോദരിമാരുടെ ഭാഗത്ത് നീ 3 എണ്ണം തിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. 3 ആൾക്കാർ ഇത് വാങ്ങുക. അല്ലാഹുവേ, അപ്പൊ തന്നെ അവിടെ എണീറ്റ് നിന്നാൽ മതി. ഇന്നത് തരാനുള്ള ആളെ പെട്ടെന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. ആണുങ്ങൾ 3 ആള്, ഒരു 501. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അതെ വരും 3 ആള്. അല്ലാഹുവേ, ഇതാരൊക്കെയാണോ കഴിക്കുന്നത് എല്ലാ രോഗങ്ങളിൽ നിന്നും നീ ശിഫ നൽകണേ റബ്ബേ. ആരാ 1ാമത്തെ ആള്? സംഘാടക ഇതൊന്നാണ് കൊണ്ടേ കൊടുത്ത് അവർ വാങ്ങിക്കോളൂ ഇൻഷാ അല്ലാഹ്. ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ 3 ആൾക്കാരോട് വാങ്ങി ഇങ്ങോട്ട് വരാം. അത് ഒന്നവിടെ ആയി. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. 2ാമത്തെ ആൾ ആർക്കാണ്? 2ാമത്തെ ആള് അവിടെ ആയി. ഒരാളും കൂടി ആയി. അൽഹംദുലില്ലാഹ്. 3ാമത്തെ ആളായി. അൽഹംദുലില്ലാഹ്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് കൊണ്ടായത് ബഷീർ മൗലവി. ആ 3ാമത്തെ ആളായില്ലേ? യാ അല്ലാഹ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളൊക്കെ ഇത് എത്രാമത്തെ ഇസ്തവാഴാണ്? 4ാമത്തെ ഇസ്തവാഴായതുകൊണ്ട് ഞങ്ങളൊക്കെ കൊടുത്ത് വലിയ മുത്തസദ്ദിഖീങ്ങളായിരിക്കും. അതാണ് പിന്നെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് പരിപാടി വിജയിപ്പിക്കണം. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞ വാഴും കേട്ടുവിടെ ഇരുന്നതൊക്കെ അല്ലാഹ് ഖബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. എല്ലാരും ആ 3 ആപ്പിൾ കഴിഞ്ഞില്ലേ? തീർന്നില്ലേ? തീർന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരും. ഇവിടെ ആണുങ്ങളുടെ ഭാഗത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇനി ഒരു ആപ്പിൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. മറുപടി കിട്ടുന്നില്ലല്ലോ.
എന്താണ്? ആ ഒന്നും കൂടെ ഉള്ളു, അതിന് വേഗം, അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ഒന്നേ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓ ആ പ്ലേറ്റ് വരുന്നത് കഴിഞ്ഞിട്ടാ വരുന്നത്? കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ടാ വരുന്നത്. അൽഹംദുലില്ലാ ഒന്നുണ്ട്. അൽഹംദുലില്ലാ അത് നിങ്ങൾ ഓൽക്ക് അത് വേണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ വാങ്ങിയിട്ടേ അത് ഇൻഷാ അല്ലാഹ് ഒരു 501 രൂപയ്ക്ക് ഈ മജ്ലിസിൽ നിന്ന് ഒരാളൊന്ന് എണീറ്റ് നോക്കി വേഗം. അല്ലാഹുവേ അത് അൽഹംദുലില്ലാ ഇവിടെ ആളുണ്ടല്ലോ. അൽഹംദുലില്ലാ എല്ലാവരും വളരെ ആത്മാർത്ഥമായി സജീവമായി സഹകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീഇനാ വഹബീബിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളിതാ നിന്റെ ദീനിനു വേണ്ടി ഒരുമിച്ച് കൂടി ഞങ്ങൾ നിന്നെക്കുറിച്ച് വാളു പറഞ്ഞു. അല്ലാഹുവേ, ഞങ്ങൾ ഖുർആനിലുള്ള ആയത്തുകളോട് ഞങ്ങൾ ഹദീസുകളിലും ചരിത്രങ്ങളിലുമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചു. എല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഉറക്കാമീൻ പറയും, നീ ഖബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നീ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല റബ്ബേ. പറയാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുകയും ചെയ്തു. അരുതേ എന്ന് പറഞ്ഞ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. നീ അല്ലാതെ ഞങ്ങൾക്കൊരഭയവുമില്ല. നീ ഗനിയാണ്, നീ ഹമീദാണെന്ന് ഞങ്ങൾ പറഞ്ഞു റബ്ബേ. ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും നീ പൊറുക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന പലരുടെയും ഉമ്മയും ഉപ്പയും മരിച്ചവരാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറക്കണേ റബ്ബേ. ഇന്ന് രാത്രിയിൽ തന്നെ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നോട് ചോദിക്കുകയാണ് തമ്പുരാനേ. രാജാതിരാജനായ അല്ലാ, ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നവരാണ്. നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ആരോഗ്യം നൽകണേ തമ്പുരാനേ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് നീ അവരെ വേദനിപ്പിക്കല്ല റബ്ബേ. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളുടെ ഭാര്യയ്ക്ക് നീ പൊറുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെയും അവരെയും നീ സ്നേഹത്തിലായി ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ആര് ആദ്യം മരിച്ചാലും നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. വഴികേടിലാക്കല്ല റബ്ബേ. ബുദ്ധി കൊടുക്കണേ തമ്പുരാനെ. തന്റെ ഇടം കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഈമാൻ കൊടുക്കണേ റബ്ബേ. മക്കളെ കൊണ്ട് ഞങ്ങളെ അപമാനിക്കല്ല റബ്ബേ. റഹ്മാനെ, മക്കൾ അത് ചെയ്തു, മകൾ ഇത് ചെയ്തു, മകൻ ഇത് ചെയ്തു, അപമാനം കൊണ്ട് തലതാഴ്ത്തേണ്ട അവസ്ഥയിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹം യഥാസമയത്ത് നടക്കുന്ന അവസരം തരണേ റബ്ബേ. അതിനുള്ള വഴി തുറക്കണേ റഹ്മാനെ. സങ്കടം തരല്ല റബ്ബേ. കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ.
റഹ്മാനെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന അനുഭവിക്കുന്നവർ ഈ മജ്ലിസിൽ നിന്നോട് ദുആ ചെയ്യാനുണ്ട്, ദുആ ചെയ്യുന്നുണ്ട് റബ്ബേ. ഓരോരുത്തരും അവനവന്റെ കാര്യം മനസ്സിൽ കരുതിയിരിക്കുന്നു. നീ ശിഫ നൽകണേ റബ്ബേ. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് വേദനയുള്ളവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ റഹ്മാനെ, എല്ലാ വേദനകളിൽ നിന്നും ശിഫ നൽകണേ റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ, മാരകമായ അസുഖങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഈ ആമീൻ പറയുന്ന പലരുടെയും ഉപ്പ ഗൾഫിലാണ്, സഹോദരൻ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്. അല്ലാഹുവേ, ജോലികളിൽ ഖൈർ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചെറിയ കുട്ടികളുള്ളവരാണ്, ഒരുപാട് ബാധ്യതകളുള്ളവരാണ് തമ്പുരാനെ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ പിഞ്ചു കുട്ടികളെ നീ യതീമുകളാക്കല്ല റബ്ബേ. ഞങ്ങളുടെ മയ്യത്ത് മുന്നിൽ വെച്ച് ഞങ്ങളുടെ കടങ്ങളൊക്കെ മറ്റുള്ളവർ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഏത് നിമിഷം എങ്ങനെ എവിടെ വെച്ച് ഞങ്ങൾ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നവർ, രാവും പകലും പ്രശ്നമാക്കാതെ, മഴയും വെയിലും പ്രശ്നമാക്കാതെ, ഇന്നുപോലും ബൈക്കുകളുമായി പല ഭാഗങ്ങളിലും ചുറ്റിക്കറങ്ങിയവർ, ഈ മഴയെ ബുദ്ധിമുട്ടിന്റെ മഴയുടെ ഒരു കാര്യവും വിഷമകവെക്കാതെ ഓടി നടന്നവർ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വഅദ് പറയുന്നവരുടെ നാവിന് നീ ശക്തി നൽകണേ അല്ലാ, അറിവിന് ശക്തി നൽകണേ അല്ലാ, ആത്മാർത്ഥത നൽകണേ റഹ്മാനെ. സമസ്തയുടെ പിന്നിൽ ജീവിതാവസാനം വരെ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ച സമസ്തയുടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ സയ്യിദുമാര് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ തരല്ല റബ്ബേ, കുഴഞ്ഞു പോകുന്ന അസുഖം തരല്ല റബ്ബേ, ഹൃദയാഘാതം തരല്ല റബ്ബേ. റഹ്മാനായ തമ്പുരാനെ, പെട്ടെന്നുള്ള അപകടങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ വാഹനങ്ങളെയും നീ പെടുത്തല്ല തമ്പുരാനെ. ربنا اللهم إنا نسألك ما سألك منه عبدك ونبيك ورسولك محمد صلى الله عليه وسلم. اللهم إنا نعوذ بك مما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.